കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ 10 ചോദ്യങ്ങളാണ് ചെയ്തു നോക്കുന്നത്. നമുക്ക് സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്. രമ്യ lent a certain sum of money at a 4% simple interest to Seema, and in 8 years the interest amount to rupees 3,400 less than the sum lent. Find the sum lent by Ramya to Seema. അപ്പോൾ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 4%. സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു വർഷം 4% എന്ന് പറയുമ്പോൾ 2 വർഷം 8%, 3 വർഷം അത് 4. അപ്പോൾ ഒരു വർഷം 4% എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് ഒരു വർഷം 4 രൂപയാണ് കിട്ടുക. അപ്പോൾ 2 വർഷം 8 രൂപ, ഓരോ വർഷം 4 വെച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് 8 വർഷത്തേക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം 4% ഇൻറ്റു 8 വർഷം, അപ്പോൾ എത്രയായി? 32%. 32%. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 32 ആയിരിക്കും. എന്തുവാ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ദ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് ടു റുപ്പീസ് 3,400 ലെസ് ദാൻ ദ സം ലെൻഡ്. അപ്പോൾ സം എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എത്രയാണ്? 100 ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 32 ആണ്. ഈ സമ്മും ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? 3,400 ലെസ് ദാൻ ദ സം. ഇൻട്രസ്റ്റ് 3,400 ലെസ് ദാൻ ദ സം അല്ലേ? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 32, സം എന്ന് പറയുന്ന 100-നേക്കാൾ 3,400 കുറവാണ്. അപ്പോൾ ഈ 100 32 തമ്മിലുള്ള വ്യത്യാസമല്ലേ പറഞ്ഞിരിക്കുന്നത്? ശതമാനത്തിൽ നോക്കുവാണെങ്കിൽ പ്രിൻസിപ്പൽ 100% ആണെങ്കിൽ ഇൻട്രസ്റ്റ് 32%. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര? 68%. ആ 68% 3,400. 68% 3,400 ആണെങ്കിൽ 1% എത്ര മക്കളെ? 3,400 ഡിവൈഡഡ് ബൈ 68 എത്ര കിട്ടും? 3,400-നെ 68 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 50 എന്ന് കിട്ടും. അപ്പോൾ 1% 50 എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ എത്ര ആയിട്ടാണ് എടുത്തിരിക്കുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്? ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ എത്ര? 100% എന്ന് പറഞ്ഞാൽ എത്ര? 50 ഇൻറ്റു 100 എത്ര കിട്ടും നമുക്ക്? 50-ൻ്റെ അപ്പുറത്ത് 2 0 5000 എന്ന് ആൻസർ കിട്ടും. ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. The sum of two numbers is 98 if the ratio between the first and the second is 2:3, and that between the second and the third is 5:8, then the second number is. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണിത്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിൽ ഇതിൻ്റെ ബേസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് നമുക്ക് 3 സംഖ്യകളുണ്ട്. ആ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 98 കിട്ടും. ഇപ്പോൾ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 98 കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെഴുതും? ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ പ്ലസ് തേർഡ് നമ്പർ ഈസ് ഈക്വൽ ടു 98. ഇനി അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് ദ റേഷ്യോ ഓഫ് ഫസ്റ്റ് ടു സെക്കൻഡ്. ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? ദ റേഷ്യോ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇസ് 2:3, ആൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ്, സെക്കൻഡും തേർഡും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 5:8 ആണ്. 5:8 ആണ്. റേഷ്യോ കമ്പൈൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നുകിൽ ഈ 2 റേഷ്യോ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ പോലെ എഴുതി നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഗ എഴുതി, അപ്പോൾ ആദ്യം 2-നെ 5 കൊണ്ട് ഗുണിക്കുക, പിന്നെ 5-നെ 3 കൊണ്ട്, പിന്നെ അങ്ങനെ എഴുതി ചെയ്യുന്നൊരു രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മിസ്സിംഗ് പ്ലേസസിൽ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? സോ ഇവിടെ ആളില്ല, ഇവിടെ ഈ 2 പ്ലേസിലാണ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത്. അവിടേക്ക് തൊട്ട് ലെഫ്റ്റിലോ റൈറ്റിലോ ഉള്ള നമ്പറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മുകളിലും താഴെയുള്ള എടുക്കരുത്, ലെഫ്റ്റിലോ റൈറ്റിലോ ഉള്ള നമ്പർ. അപ്പോൾ ഈ റെഡ് സർക്കിളിൽ ഏത് വരുമെന്ന് ചോദിച്ചാൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 3 എടുത്ത് എഴുതുക. ഈ റെഡ് സർക്കിളിൽ എത്ര വരുമെന്ന് ചോദിച്ചാൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 5 എടുത്ത് എഴുതുക. എന്നിട്ട് ഇതിനെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 10, 5 × 3 15, 8 × 3 24. അപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടി. ഫസ്റ്റ് നമ്പർ ഈസ് ടു സെക്കൻഡ് നമ്പർ ഈസ് ടു തേർഡ് നമ്പർ എന്ന് പറയുന്ന റേഷ്യോ കിട്ടി. ഇനി എന്താ വേണ്ടത്? സെക്കൻഡ് നമ്പറാണ് കണ്ടുപിടിക്കുക. അപ്പോൾ 3 നമ്പറൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടിയ? 98 കിട്ടിയ അല്ലേ? അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 98 ഇൻറ്റു 3 നമ്പർ തമ്മിലുള്ള റേഷ്യോ 10:15:24 ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 15 ആണ് അല്ലേ? സോ 15 ഡിവൈഡഡ് ബൈ റേഷ്യോൻ്റെ സം എടുക്കുക. 10ഉം 15 25 ആയിരുന്നു, 50 ആയിരുന്നു തന്നെ, പക്ഷേ ഇവിടെ 24 ഉള്ളൂ. അപ്പോൾ 1 കുറവാണ്. 50-ന് 49. 98 2 പ്രാവശ്യം, 15-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30. 30 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? യെസ്, 30 അല്ലേ? യെസ്, 30. സോ അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ AC ഈസ് ദ ഡയമീറ്റർ. നമുക്ക് കാണുമ്പോൾ അറിയാലോ AC ഡയമീറ്റർ ആണ്.
വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എ ബി സർക്കിൾ ഇഫ് എ ബി ഈസ് ടു ബി സി ഈസ് 3:4? അപ്പോൾ എ ബിയും ബി സിയും തമ്മിലുള്ള റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. എ ബി ഈസ് ടു ബി സി 3:4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എ ബി 3 ആണെങ്കിൽ ബി സി 4 എന്നാണ്. ഇവിടെ എ ബി നോക്കിക്കുക നിങ്ങൾ, ഇതല്ലേ എ ബി പറഞ്ഞിട്ടുണ്ട് എത്ര 15 എന്ന് അല്ലേ. അപ്പോൾ 3 എന്ന് പറയുന്നത് 15. അപ്പോൾ 4 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3 മുട്ടായിക്ക് 15 രൂപയാണെങ്കിൽ 1 മുട്ടായിക്ക് 5 രൂപയായിരിക്കും, 4 മുട്ടായിക്ക് 20 രൂപയായിരിക്കും അല്ലേ. 3 15 ആണെങ്കിൽ 4 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ നമുക്ക് ബി സി കിട്ടി 20. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എ ബി ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ റേഡിയസ് എ ബി ഈസ് ഈക്വൽ, ഇത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് അല്ല കേട്ടോ. സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയപ്പോൾ അത് മാറിപ്പോയതാണ്. എ ബി ഈസ് ഈക്വൽ ടു അല്ല, അവിടെ സെൻറ്റിമീറ്റർ സ്ക്വയർ പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്വസ്റ്റ്യൻ മാർക്ക് പോട്ടെ, എന്തേലും ആട്ടെ, നിങ്ങൾ വിട്ടാരെ. ഇത് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടിട്ട ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും, പക്ഷേ അത് പോട്ടെ, എന്തേലും ആട്ടെ. 15 സെൻറ്റിമീറ്റർ അത്രയും മതി. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇഫ് എ ബി ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ? എ ബി ഒരിക്കലും സ്ക്വയർ വരത്തില്ല, ഒരു സൈഡാണ്, അത് എപ്പോഴും സെൻറ്റിമീറ്റർ എന്നേ നമ്മൾ പറയും. അപ്പോൾ എ ബി 15, ബി സി 20. ഇത് കണ്ടുപിടിക്കും. നിങ്ങൾ നോക്കിക്കുക, ഇതാ ഈ ഒരു ആംഗിൾ കണ്ടോ മക്കളെ, നിങ്ങൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ഇതാ ഇവിടെ വരുന്ന ഈ ഒരു ആംഗിൾ കണ്ടോ നിങ്ങൾ, ഈ ഒരു ആംഗിൾ ഇതെത്രയായിരിക്കും? അത് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ 90 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെ കിട്ടി? അത് എങ്ങനെ 90 ഡിഗ്രി എന്ന് നമുക്ക് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, നമ്മൾ സർക്കിളിൽ ഒരു റൂള് പഠിക്കുന്നുണ്ട്. ഇതൊരു ആർക്കാണല്ലോ ഈ സാധനം, ഇതൊരു ആർക്കാണ്. അപ്പം ഈ ആർക്ക് അതുപോലെ ഇപ്പുറത്ത് ഇപ്പോൾ എ സി എന്ന് പറയുന്ന ഒരു ഇങ്ങനെ ഇവിടെ ഒരു ആർക്കും ഉണ്ട്, ഇതും ഒരു ആർക്കാണ്. അപ്പോൾ ഒരു ആർക്കിലെ ഒരു ആംഗിൾ, അപ്പോൾ ഇത് ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? ഇപ്പോൾ എ സി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കത്തില്ലേ? 180. സോ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിൻ്റെ പകുതി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ ഡയമീറ്ററിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആകുമ്പോൾ ഇത് എന്താണ്? റൈറ്റ് ട്രയാങ്കിളാണ് അല്ലേ? റൈറ്റ് ട്രയാങ്കിളിൽ എ സി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടനസാണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൈറ്റ് ട്രയാങ്കിളിൻ്റെ റൂൾ വെച്ചിട്ട് എങ്ങനെ എഴുതാം? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ അല്ലേ? എ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 15ൻ്റെ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 20ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ 225 പ്ലസ് 20ൻ്റെ സ്ക്വയർ 400 ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. അപ്പോൾ നമുക്ക് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 625 എന്ന് കിട്ടും. സോ എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 625 എന്ന് കിട്ടും. നമുക്ക് എ സി ആണോ വേണ്ടേ? റേഡിയസ് ആണ് വേണ്ടേ? എ സി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമീറ്ററാണ് അല്ലേ? എ സി ഈസ് ദ ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ 25 കിട്ടി. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 25ൻ്റെ പകുതി, ഡയമീറ്ററിൻ്റെ പകുതി അല്ലേ റേഡിയസ്. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 2 12.5 സെൻറ്റിമീറ്റർ. 12.5 സെൻറ്റിമീറ്റർ. യെസ്, ഓപ്ഷൻ സി ശരിയാണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 trains of equal length are running on parallel lines in the same direction at 64 km/h and 54 km/h. The faster train passed the slower train in 18 seconds. The length of each train. അപ്പോൾ 2 ട്രെയിനും സെയിം ലെങ്ത് ആണ്. അപ്പോൾ ആ ലെങ്തിനെ ഞാൻ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് എടുക്കുന്നു. സോ ലെങ്ത് ഓഫ് ദ ട്രെയിനിനെ ഞാൻ ഡിസ്റ്റൻസ് ഓർ ഡി, നിങ്ങൾക്ക് ഡിയോ എക്സോ എന്ത് വേണേലും എടുക്കാം. ഇപ്പോൾ 2 ട്രെയിൻ തമ്മിൽ ക്രോസ് ചെയ്ത് മാറുമ്പോൾ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? 2 ട്രെയിൻ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ അത് സെയിം ഡയറക്ഷൻ ആണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും ഏത് ഡയറക്ഷൻ ആണെങ്കിലും 2 ട്രെയിൻ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ ആ 2 ട്രെയിനിൻ്റെയും ലെങ്ത് ആയിരിക്കും അവർ ആകെ സഞ്ചരിക്കേണ്ട ദൂരം. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു 2 ട്രെയിനിൻ്റെ ലെങ്ത്. ഇവിടെ ഞാൻ ലെങ്ത് ടോട്ടൽ ഡിസ്റ്റൻസ്, ഇവർക്ക് കവർ ചെയ്യേണ്ട ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2 ട്രെയിനിൻ്റെ ലെങ്ത് ആയിരിക്കും. ആദ്യത്തെ ട്രെയിനിൻ്റെ ലെങ്ത് ഡി ആണ്, അടുത്ത ട്രെയിനിൻ്റെ ലെങ്ത് ഡി ആണ്. സോ ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2D ഓർ 2x. നിങ്ങൾ എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ 2x. അപ്പോൾ ഇവിടെ ടൈം പറഞ്ഞിട്ടുണ്ട് 18 സെക്കൻഡ് കൊണ്ട് ക്രോസ് ചെയ്ത് മാറുന്നു അല്ലേ? അപ്പോൾ നമുക്കറിയാം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്.
രണ്ട് ട്രെയിൻ തമ്മിൽ കവർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ട്രെയിനിൻ്റെയും കൂടെ ലെങ്ത് ആയിരിക്കും. അത് ഏത് ഡയറക്ഷനിൽ ക്രോസ് ചെയ്താലും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2d ആയിരിക്കും. 2d ആയിരിക്കും. ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? സെയിം ഡയറക്ഷനാണ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ രണ്ട് ട്രെയിനിൻ്റെയും സ്പീഡ് തമ്മിൽ കുറയ്ക്കണം. ഒരു ട്രെയിനിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് ട്രെയിനിൻ്റെയും സ്പീഡ് തമ്മിൽ കുറയ്ക്കണം അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സ്പീഡ് തമ്മിൽ കൂട്ടണം. എന്തുകൊണ്ട് കൂട്ടുന്നു, എന്തുകൊണ്ട് കുറയ്ക്കുന്നു എന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ സെയിം ഡയറക്ഷനാണ്, രണ്ടും തമ്മിൽ കുറയ്ക്കണം. എത്ര കിട്ടും? 10 അല്ലേ? ഇനി ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ മീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. സോറി, ട്രെയിനിൻ്റെ ലെങ്ത് നമ്മൾ മീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണ് കിടക്കുന്നത്. അപ്പോൾ രണ്ടും 2 യൂണിറ്റിലാണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. എന്ന് പറഞ്ഞാൽ താഴെ 5/18 കൊണ്ട് ഗുണിക്കണം. കാരണം സ്പീഡ് താഴെയല്ലേ, 10 കിലോമീറ്റർ പെർ അവറാണ്. അതിൻ്റെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2d ഡിവൈഡഡ് ബൈ 10. ഈ 5/18 റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 18/5 എന്ന് എടുക്കാം. ഈസ് ഈക്വൽ ടു 18. അപ്പോൾ 2d ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു 10 ഇൻറ്റു 5 എന്ന് കിട്ടും. അപ്പോൾ d ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ ഒറ്റ അടിക്കങ്ങ് ചെയ്യാം. 18 ഇൻറ്റു 10 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2. സോറി, 2d ഇൻറ്റു 18. ഇവിടെ ഒരു 18 കിടപ്പുണ്ടായിരുന്നു. 2d ഇൻറ്റു 18. അപ്പോൾ 2 ഇൻറ്റു 18 വരും. അപ്പോൾ നമ്മൾ ഈ 18 കട്ട് ചെയ്ത് പോകുന്നു, ഇതും കട്ട് ചെയ്ത് പോകുന്നു. സോ 5 പ്രാവശ്യം. സോ 5 ഇൻറ്റു 5 25 മീറ്റർ ആയിരിക്കും ട്രെയിനിൻ്റെ നീളം. 25 മീറ്റർ നീളമുള്ള ട്രെയിനോ സാരമില്ല. അപ്പോൾ 25 മീറ്റർ ആയിരിക്കും ട്രെയിനിൻ്റെ നീളം. സോ ലെങ്ത് ഓഫ് ദ ട്രെയിൻ എത്ര? 25 മീറ്റർ. ഇത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഈ ഒരു പോർഷനിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് വെട്ടിക്കളഞ്ഞ് ചെയ്യാം കേട്ടോ. ഡിയുടെ വാല്യൂ ഇവിടുന്ന് നിങ്ങൾക്ക് വെട്ടിക്കളഞ്ഞ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. സോ 25 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, നൗഷാദ് takes a sum of 7,150 as loan. He has to pay this in 2 equal installments. If the rate of interest be 20% compounded annually, the value of each installment is. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ, ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഇൻസ്റ്റാൾമെൻറ്റുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പം ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇവിടുത്തെ ഫസ്റ്റ്, നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിലെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് റേറ്റ് പെർസെൻറ്റേജ് ആണ്. റേറ്റ് പെർസെൻറ്റേജ് എത്ര? 20%. നിങ്ങൾ അതിനെ ഫ്രാക്ഷൻ ആക്കുക. 20/100 എത്ര കിട്ടും? 1/5. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ പ്രിൻസിപ്പിൾ 5 ആണെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുതലും പലിശയും കൂടെ 5 ലോൺ എടുത്താൽ 6 അടയ്ക്കണമെന്നാണ്. അതായത് 5 മുതലാണെങ്കിൽ 1 പലിശ എന്നാണ്. അപ്പോൾ 5 എടുത്താൽ 6 അടയ്ക്കണം. സോ ആദ്യത്തെ വർഷം നിങ്ങൾ 5 എടുത്താൽ 6 അടയ്ക്കണം ഫസ്റ്റ് ഇയറിൽ. വേറെ കളർ എടുക്കാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ 5 എടുത്താൽ 6 അടയ്ക്കണം. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ സ്ക്വയർ എടുക്കുന്നത്, എന്താണ് അതിൻ്റെ കാര്യം എന്നൊക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ബേസ് ഉള്ള ക്ലാസ്സുകളിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ ഇൻസ്റ്റാൾമെൻ്റ് എന്നുള്ള ക്ലാസ് കണ്ടിട്ട് ഇത് കാണുക. അപ്പോൾ കുറച്ചുകൂടെ അതറിയത്തില്ലെങ്കിൽ, ആ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, നിങ്ങളിപ്പോൾ എന്നേക്കാൾ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടാവും. സോ 5 ആണെങ്കിൽ 5ൻ്റെ സ്ക്വയർ എടുക്കുക 25, 6 ആണെങ്കിൽ 6ൻ്റെ സ്ക്വയർ എടുക്കുക 36. ഇനി നമുക്ക് അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പിളും ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ എമൗണ്ടുമാണ്, അതായത് മുതലും പലിശയും കൂടാണ്. അപ്പോൾ നമ്മൾ ഈ മുതലും പലിശയും കൂടെ അടയ്ക്കുന്ന എമൗണ്ട് ഈക്വൽ ആയിരിക്കണം. അതായത് ഈ ഒരു എമൗണ്ട് സൈഡ് ഈക്വൽ ആക്കണം. അപ്പോൾ ഇത് രണ്ടും സെയിം വാല്യൂ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആക്കണമെങ്കിൽ ഇതിനെ 36 ആക്കണ്ടേ. അപ്പോൾ ഞാൻ ഇതിനെ 6 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെയും 6 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടി? വീണ്ടും ഞാനിതൊന്ന് സൈഡിലോട്ട് മാറ്റി എഴുതുകയാണേ. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും. ഫസ്റ്റ് ഇയറിൽ 5 × 6 30, സെക്കൻഡ് ഇയറിൽ 36, പിന്നെ ഇവിടെ 25, 36. അപ്പോൾ കണ്ടോ, ഇത് ഈക്വൽ ആയിട്ട് വന്നു. ഇതായിരിക്കും നമ്മൾ ഓരോ വർഷവും അടയ്ക്കുന്ന, അല്ലെങ്കിൽ ഓരോ മാസവും നമ്മൾ അടയ്ക്കുന്ന നമ്മളുടെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈക്വൽ ആണ് അല്ലേ. ഇപ്പം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? നൗഷാദ് ടേക്സ് എ ലോൺ. അയാളുടെ പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും അല്ലേ. ഇതല്ലേ ഈ സൈഡല്ലേ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ 30, 25, അപ്പോൾ എത്ര? 55. അപ്പോൾ ഈ 55 എന്ന് പറയുന്നതായിരിക്കും അയാളുടെ പ്രിൻസിപ്പിൾ. എത്ര പറഞ്ഞിരിക്കുന്നത്? 7150 അല്ലേ. അപ്പോൾ 55 എന്ന് പറയുന്നത് 7150 ആണ്. 7150 ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താ?
ഇൻസ്റ്റാൾമെൻറ്റ് ഓരോ മാസം എത്ര വെച്ച് അടയ്ക്കണം? ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് 36 വെച്ച് അടയ്ക്കണം. അപ്പോൾ 55 7150 ആണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 7150 ഡിവൈഡഡ് ബൈ 55 എത്ര കിട്ടും നമുക്ക്? 130 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ട 36 എന്ന് പറയുമ്പോൾ 130 ഇൻറ്റു 36 130 ഇൻറ്റു 36 എന്ന് പറയുമ്പം 16 13 46 80 എന്ന് കിട്ടും. 4680 യെസ് 4680 4680 ശരിയാണോ? യെസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഓർത്ത് ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽ ആക്കി ചെയ്യുന്ന ആ ഒരു രീതി, അപ്പോൾ ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം വരുവാണെങ്കിലും 4 വർഷം വരുവാണെങ്കിലും എല്ലാം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം എന്താണ്? ഇൻ ദ ഫിഗർ ABCD ഇസ് എ സൈക്ലിക് കോഡ്ലാറ്ററൽ വിത്ത് O ആസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഇഫ് BOC ഈസ് 136 ഡിഗ്രി ഫൈൻഡ് BDC. ഇതാ കണ്ടുപിടിക്കണ്ടേ. നമ്മൾ നേരത്തെ ഈ ആർക്കിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ നോക്കിക്കേ, BC എന്ന് പറയുന്ന ആർക്കിൽ ഇവിടെ ഒരു കോണുണ്ട്. ഇങ്ങനെ ഒരു ഈ ആർക്കിൽ ഇതിനെ നമുക്ക് വലിയ ആർക്കിനെ നമുക്ക് മേജർ ആർക്ക് എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് മൈനർ ആർക്ക് എന്ന് വിളിക്കാം. അപ്പം ഈ മൈനർ ആർക്കിലുള്ള ഇവിടുത്തെ ഇത് 136 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന കോണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി ആയിരിക്കും. 136 ആണിതെങ്കിൽ 136ൻ്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 68 ആയിരിക്കും. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ സ്കൂളിലെ ജോമെട്രി പഠിക്കുന്ന പോലെ കുറേ റൂളും കാര്യങ്ങളും ഒക്കെ എഴുതി നോട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതി പഠിക്കാം. അതിൻ്റെ കാര്യമൊന്നുമില്ല. ഈ ഓപ്പോസിറ്റ് ആർക്കുകളിലുള്ള കോൺ എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ പകുതി ആയിരിക്കും. 136 ആണെങ്കിൽ ഇവിടെ വരുന്നത് എത്ര ആയിരിക്കും? 68 ആയിരിക്കും. പിന്നെ ഇതൊരു കോഡിലാറ്ററൽ അല്ലേ. കോഡിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും കിട്ടുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ എയും ഈ ഡിയും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ BAC പ്ലസ് ആംഗിൾ BDC ഇസ് ഈക്വൽ ടു 180. BAC അറിയാം 68, BDC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ BDC ഇസ് ഈക്വൽ ടു 180. സോ ആംഗിൾ BDC ഇസ് ഈക്വൽ ടു 180 മൈനസ് 68. 180 നിന്ന് 68 കുറച്ച് എത്ര കിട്ടും? 112 ഡിഗ്രി. 112 ഡിഗ്രി ആംഗിൾ B. യെസ്. സോ ആംഗിൾ B അല്ല, ആംഗിൾ D BDC എത്ര കിട്ടും? 112 ഡിഗ്രി. ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം, ദ വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ 10 ഡിഗ്രി പ്ലസ് സൈൻ സ്ക്വയർ 20 ഡിഗ്രി പ്ലസ് സൈൻ സ്ക്വയർ 30 ഡിഗ്രി പ്ലസ് സൈൻ സ്ക്വയർ 90 ഡിഗ്രി. ഓക്കെ. സോ നമുക്കിതിൽ സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ 90 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ബാക്കിയുള്ളത് സൈൻ സ്ക്വയർ 10 പ്ലസ് സൈൻ സ്ക്വയർ 20 പ്ലസ് സൈൻ സ്ക്വയർ 80 വരെ ഉണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് കുറേ എഴുതണം. ഇത് ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്ക്. ഇത് എഴുതാതെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. മക്കളെ, സൈൻ സ്ക്വയർ 10 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ 10 എന്ന് പറയുന്നത് തന്നെ ആയിരിക്കത്തില്ലേ കോസ് സ്ക്വയർ 80 എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ സൈൻ സ്ക്വയർ 10 പ്ലസ് കോസ് സ്ക്വയർ 80 എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് 1 ആയിട്ട് എടുക്കാമല്ലോ. സോ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ 10 പ്ലസ് കോസ് സ്ക്വയർ 10 എന്ന് പറയുന്നത് തീറ്റ കോംപ്ലിമെൻ്ററി അല്ല. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ സൈൻ സ്ക്വയർ 10 പ്ലസ് കോസ് സ്ക്വയർ 10 എന്ന് പറയുന്നത് 1 ആയിരിക്കത്തില്ലേ. അതേപോലെ സൈൻ സ്ക്വയർ 20 പ്ലസ് കോസ് സ്ക്വയർ 20 എന്ന് പറയുന്നത് 1 ആയിരിക്കത്തില്ലേ. കാരണം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ സൈൻ സ്ക്വയർ 10 പ്ലസ് കോസ് സ്ക്വയർ 10 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഞാൻ ഇതിനെ 40 വരെയുള്ള 2 ഗ്രൂപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്താൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇപ്പോൾ ഇതിനെ ഞാൻ മൊത്തത്തിൽ സൈൻ സ്ക്വയർ 10 കോസ് സ്ക്വയർ 20 സൈൻ സ്ക്വയർ 10 സൈൻ സ്ക്വയർ 20 സൈൻ സ്ക്വയർ 30 സൈൻ സ്ക്വയർ 40. ഓക്കെ. ഇനി അതേപോലെ അല്ലെങ്കിൽ ഞാനിത് മൊത്തത്തിൽ അങ്ങ് എഴുതി കാണിക്കാം, നിങ്ങൾക്ക് ഇനി സംശയം വേണ്ട. ഇതാ ഇങ്ങനെ എഴുതാൻ പോവാം. സൈൻ സ്ക്വയർ 10 പ്ലസ് സൈൻ സ്ക്വയർ 20
പ്ലസ് സൈൻ സ്ക്വയർ 30 പ്ലസ് സൈൻ സ്ക്വയർ 40 പ്ലസ് ഇനി അടുത്ത എന്താ വരുന്നത് സൈൻ സ്ക്വയർ 50. സൈൻ സ്ക്വയർ 50 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ 50 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ 40 എന്ന് എഴുതിക്കൂടെ? സൈൻ ഇനി അതുപോലെ അടുത്തത് എന്താണ് കോസ് സ്ക്വയർ 60. കോസ് സ്ക്വയർ 60 എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൈൻ സ്ക്വയർ 50 ആണ് നമ്മൾ കോസ് സ്ക്വയർ 40 എന്ന് എഴുതിയത്. അപ്പോൾ അതുപോലെ സൈൻ സ്ക്വയർ 60 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ 30 എന്ന് എഴുതാം. അപ്പോൾ കോസ് സ്ക്വയർ 30. അടുത്ത എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ 20 എന്ന് എഴുതാം. സൈൻ സ്ക്വയർ 80 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ 10 എന്ന് എഴുതാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ സൈൻ സ്ക്വയർ 10ഉം ഇവിടെ കോസ് സ്ക്വയർ 10ഉം ഉണ്ട്. ഇത് തമ്മിൽ കൂട്ടി എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ? ഇനി അവസാനം ഒരെണ്ണം കിടപ്പുണ്ട്. സൈൻ സ്ക്വയർ 90 നമ്മൾ എഴുതിയില്ല, അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതുക. പ്ലസ് സൈൻ സ്ക്വയർ 90. സൈൻ സ്ക്വയർ 90. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ 10 പ്ലസ് ഞാനിപ്പോൾ വെട്ടിക്കളഞ്ഞങ്ങ് കാണിക്കാമേ. സൈൻ സ്ക്വയർ 10ഉം കോസ് സ്ക്വയർ 10ഉം കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? 1. സൈൻ സ്ക്വയർ 20യും കോസ് സ്ക്വയർ 20യും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 1. സൈൻ സ്ക്വയർ 30യും കോസ് സ്ക്വയർ 30യും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 1. സൈൻ സ്ക്വയർ 40യും കോസ് സ്ക്വയർ 40യും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 1. പിന്നെ സൈൻ സ്ക്വയർ 90. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. സോ എല്ലാം കൂടെ കൂട്ടുക. 1 2 3 4 5. സോ ആൻസർ ഇസ് 5. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും നിങ്ങൾ ഒരു അക്ഷരം പോലും എഴുതണ്ട. നിങ്ങൾക്ക് എത്ര കിട്ടും? ആൻസർ 5 എന്ന് ആൻസർ കിട്ടും. 5 എന്ന് ആൻസർ കിട്ടും. സോ ആൻസർ ഇസ് 5. യെസ്. അടുത്ത ചോദ്യം. Two athletes are practicing on a circular track that is 2,352 meters in circumference. They start at the same point and run in opposite directions at 10.6 km per hour and 9 km per hour. After how many minutes will they meet for the first time? Okay, so relative speed നമുക്ക് എടുക്കാം. ഒരു സർക്കുലർ ട്രാക്കിൽ ഓടുകയാണ്. ഇവർ ഏത് ഡയറക്ഷനിലാണ് ഓടുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. സോ 10.6 പ്ലസ് 9 എത്ര കിട്ടും? 19.6 km per hour എന്ന് കിട്ടും. ഇനി ഡിസ്റ്റൻസ് എത്ര ഇവർക്ക് സഞ്ചരിക്കാനുള്ള? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഡിസ്റ്റൻസ് 2352 അല്ലേ? അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് മീറ്ററിലും സ്പീഡ് കിലോമീറ്റർ പെർ അവറിലും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കിലോമീറ്റർ പെർ അവറിലുള്ളതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം. 19.6 ഇൻറ്റു 5/18. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 49/9 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 49/9 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ടൈം കണ്ടുപിടിക്കുകയാണ്. ടൈം സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 2352 ഡിവൈഡഡ് ബൈ 49/9 എന്ന് പറയുമ്പോൾ 2352 ഇൻറ്റു 9/49 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 48 എന്ന് കിട്ടും. 48 ഇൻറ്റു 9 48 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 432 സെക്കൻഡ് എന്ന് കിട്ടും. ആൻസർ 432 സെക്കൻഡ്. അതിനെ പക്ഷേ മിനിറ്റിലാക്കണം. 432 സെക്കൻഡിനെ മിനിറ്റിലാക്കുന്നത് എങ്ങനെയാണ്? 432 ഡിവൈഡഡ് ബൈ 60 സെക്കൻഡ് അല്ലേ ഒരു മിനിറ്റ്. അപ്പോൾ 60 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.2 മിനിറ്റ്സ് എന്ന് കിട്ടും. 7.2 മിനിറ്റ്സ്. 7.2 മിനിറ്റ് എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി 7.2 മിനിറ്റ്. ഓക്കെ. സോ അടുത്ത ചോദ്യം നോക്കാം. Amish marked the price of a toy up by 20%. He gave a discount of 10% and sold it for 1879.20. Had he sold it for 1513.80, what would have been his loss? അപ്പം സപ്പോസ് നമുക്ക് ഇയാളുടെ കോസ്റ്റ് പ്രൈസ് 100% ആണെന്ന് വിചാരിക്കുക. ഇയാൾ 20% മാർക്ക് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇയാളുടെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 120 ആയിരിക്കും. എന്നിട്ട് ഇയാൾ എന്താ ചെയ്യുന്നത്?
ഹീ ഗേവ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. അപ്പോൾ ഇയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഈ 120 രൂപയുടെ സാധനത്തിന് ഇയാൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് എത്രയാണ്? ഇയാൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 10% ആണ്. അപ്പോൾ 90% ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എല്ലാം കളഞ്ഞ് 12 × 9 108 ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. ആ 108 നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എത്ര? 1000, കാരണം വിൽക്കുന്ന വില പറഞ്ഞിട്ടുണ്ട് 1879.2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 108 അത്രയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 കണ്ടുപിടിക്കാം. 100 എത്ര ആയിരിക്കും? കോസ്റ്റ് പ്രൈസ് 100 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 1879.2 ഡിവൈഡഡ് ബൈ 108 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് 1740 എന്ന് കിട്ടും അയാളുടെ കോസ്റ്റ് പ്രൈസ്. ഈ 1740 രൂപയുടെ സാധനം ഹാഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ 1513. 1740 രൂപ വിലയുള്ള സാധനം ഇയാൾ കോസ്റ്റ് പ്രൈസ് 1740, സെല്ലിംഗ് പ്രൈസ് എത്ര പറഞ്ഞിരിക്കുന്നത്? 1513 വിറ്റിരുന്നെങ്കിൽ 1740 രൂപയുടെ സാധനം 1513 രൂപയ്ക്ക് വിറ്റാൽ ലാഭമാണോ നഷ്ടമാണോ? 1700 ചിലവാക്കി 1500 കിട്ടിയാൽ നഷ്ടമല്ലേ? അപ്പോൾ ലോസ് എത്ര ആയിരിക്കും? സോറി, ഇവിടെ ലോസ് ഈസ് ഈക്വൽ ടു, അല്ല, കോസ്റ്റ് പ്രൈസ് നമുക്ക് 1740, സെല്ലിംഗ് പ്രൈസ്, ഇവിടെ ഒരു ഇതുണ്ടല്ലേ, 0.80 ഉണ്ട്, 0.80. അപ്പോൾ ഇയാളുടെ ലാഭം എന്ന് പറയുന്നത്, നഷ്ടം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1740 നിന്ന് 1513.8 കുറയ്ക്കുമ്പോൾ നമുക്ക് 226.2 എന്ന് കിട്ടും. അപ്പോൾ ഇതായിരിക്കും ഇയാളുടെ ലോസ് എന്ന് പറയുന്നത്. നഷ്ടം എത്ര? 226.2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോസ് പെർസെൻറ്റേജ് ആണ്. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസ് എത്ര മക്കളെ? ലോസ് 226.2 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്ര? കോസ്റ്റ് പ്രൈസ് എത്ര നമുക്ക് കിട്ടിയ? 1740. 1740 ഇൻറ്റു 100. 1740 ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 13% എന്ന് കിട്ടും. 13%. 13% ലോസ് എന്ന് കിട്ടും. ഓപ്ഷൻ സി ശരിയാണോ? യെസ്. അടുത്ത ചോദ്യം. The price of sugar reduced by 20%. Now a person can buy 500 gram more sugar for ₹36. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഒരു സാധനത്തിൻ്റെ വില ഇത്ര ശതമാനം കുറയുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ശതമാനമായിരിക്കും നമുക്ക് കിട്ടുന്ന ലാഭം. ആ ലാഭം കൊണ്ടായിരിക്കും നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുക. ഇവിടെ 36 രൂപയും കൊണ്ട് പോയപ്പോൾ അതിൻ്റെ 20% വില കുറഞ്ഞെങ്കിൽ ആ പൈസ കൊണ്ടായിരിക്കും നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുക, അതായത് 7.2. അപ്പോൾ 1/2 കിലോ എക്സ്ട്രാ കിട്ടിയെന്നാണ് പറയുന്നത്. 7.2 രൂപ കുറച്ച് കിട്ടിയതുകൊണ്ട് അതിനൂടെ സാധനം മേടിച്ചു. അപ്പോൾ ഈ 1/2 കിലോയ്ക്കാണ് 7.2. അപ്പോൾ 1 കിലോയുടെ വില എത്ര? ഇപ്പോഴത്തെ വില എത്ര? 14.4. 1 കിലോയ്ക്ക് ഇപ്പോഴത്തെ വില 14.4. കണ്ടുപിടിക്കേണ്ട എന്താ? ഒറിജിനൽ പ്രൈസ്, പഴയ വില എത്ര? അതായത് വളരെ സിമ്പിളാണ്. എടാ, ഒറിജിനൽ പ്രൈസ് ഓൾഡ് റേറ്റ് 100 ആയിരുന്നെങ്കിൽ ഇപ്പോൾ റിഡക്ഷൻ സംഭവിച്ചത് 20% അല്ലേ? അപ്പം ന്യൂ റേറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 80% ആയിരിക്കത്തില്ലേ? ഇപ്പോഴത്തെ വിലയല്ലേ 14.4. അപ്പോൾ മക്കളെ ഈ 80% ആയിരിക്കത്തില്ലയോടാ 14.4. അപ്പോൾ 80% 14.4. അതെന്താ അങ്ങനെ? ആ കണക്ഷൻ എങ്ങനെ വന്നേ? പഴയ വില 100 ആണെങ്കിൽ ഇപ്പം 20 കുറഞ്ഞിട്ട് 80 കിട്ടുന്നത് അല്ലേ? 100 രൂപയുടെ സാധനം 80 കിട്ടും. അപ്പോൾ ഇപ്പം കിട്ടുന്നത് 14.4. അപ്പോൾ ഇപ്പോഴത്തെ ശതമാനം എന്ന് പറയുമ്പോൾ നേരത്തെ 100% ആണെങ്കിൽ വില 20% കുറഞ്ഞ് ഇപ്പം 80% ആയി. ആ 80% 14.4. അപ്പോൾ 80% 14.4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100% എത്ര? പഴയ വില എന്ന് പറയുമ്പോൾ 100% അല്ലേ? അതെ, 100% എത്ര? അതായത് ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 14.4 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 എത്ര കിട്ടും? 18 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 18. ഓപ്ഷനിലുണ്ടോ? യെസ്. ഓപ്ഷൻ ബി, യെസ്, 18. യെസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒന്നും ആവുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനൊരു വീഡിയോയിൽ ആകെ 10 ചോദ്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അതുകൊണ്ടൊന്നും ആവുന്നില്ല. സോ കഴിയുന്നത്ര ചോദ്യങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്ത് നോക്കാം. എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നമുക്കൊരു മൈലേജ് കിട്ടും. സോ നന്നായിട്ട് വർക്ക് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീട്ടിൽ കാണാം.